കൂട്ടാൻ നമുക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വർഷത്തെ IBPS RRB ക്ലർക്കിൻ്റെയും POയുടെയും ആപ്ലിക്കേഷൻ കറൻറ്റ്ലി റണ്ണിങ് ആണ്. എനിക്ക് തോന്നുന്നത് 21 വരെ എന്തുവാണ് ഡേറ്റ്. യെസ്, ജൂൺ 21 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ 18 നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്, നിങ്ങൾ വേണമെങ്കിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. എന്നാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആരും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ അടുത്തൊന്ന് ഓർമ്മിപ്പിച്ചേക്കുക. 21 ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ അല്ലേ, ഇന്നെല്ലാവരും അത്യാവശ്യം ഫ്രീ ആയിരിക്കും. സോ നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഈ പ്രിലിംസിൻ്റെ ഡേറ്റ് കിടക്കുന്ന ഓഗസ്റ്റാണ്. ഇതിപ്പോൾ ജൂൺ ഏകദേശം എൻ്റെ ആവാറായില്ലേ. ജൂലൈ ഫുള്ളുണ്ട്. ഓഗസ്റ്റ് 1st or 2nd വീക്ക് ആയിരിക്കും ചിലപ്പോൾ എക്സാം. എനിക്ക് ഒന്ന് 3rd എന്തോ ആണെന്ന് തോന്നുന്നു. ഓഗസ്റ്റ് 3rd എന്തോ ആണ് ഡേറ്റ് ഇട്ടിരിക്കുന്നത്. നോട്ടിഫിക്കേഷനകത്ത് പ്രോപ്പർ ഡേറ്റ് ഉണ്ട്. ഓക്കെ, സോ ഇന്ന് നമ്മുടെ ഈ IBPS RRB ക്ലർക്ക് അതുപോലെ PO ഈ രണ്ടിൻ്റെ എക്സാമിനെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാറില്ല, നമ്മൾ കുറച്ച് എൻഗേജ്ഡ് ആണ്, അതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്. ഓക്കെ, ഈ ക്ലർക്ക് എന്ന് ഉദ്ദേശിച്ചത് ഓഫീസ് അസിസ്റ്റൻറ്റ്, അതുപോലെ PO എന്ന് ഉദ്ദേശിച്ചത് ഓഫീസർ സ്കെയിൽ 1. ഓക്കെ, ഈ രണ്ട് പോസ്റ്റാണ് നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെയുണ്ട് ഓഫീസർ സ്കെയിൽ 2 ഒക്കെ ഉണ്ട്. അത് നോക്കുക, അതിന് ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഈ രണ്ട് എക്സാമും നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഏജ് ലിമിറ്റ് അതുപോലെ ക്വാളിഫിക്കേഷൻ അതൊക്കെ നോക്കുക. ഓക്കെ, എന്നിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പോൾ പ്രിലിംസ് ഉണ്ട്. പ്രിലിംസിന് ബാക്കി എക്സാംസ് പോലെ ഇംഗ്ലീഷില്ല, റീസണിങ്ങും മാത്സും മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ക്ലർക്കിനും അതെ, അതുപോലെ POയ്ക്കും അതെ. ഇംഗ്ലീഷില്ല, റീസണിങ്ങും മാത്സും മാത്രമേ ഉള്ളൂ. എത്ര ക്വസ്റ്റ്യനാണ് നോക്കി? ക്ലർക്കിനും അതുപോലെ POയ്ക്കും റീസണിങ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്, മാത്സും 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്, മൊത്തം 80 ക്വസ്റ്റ്യൻ 80 മാർക്കാണ് പ്രിലിംസിന്. ടൈം നോക്കുക, കമ്പോസിറ്റ് ടൈം 45 മിനിറ്റ്. അതായത് ടൈം ഒരുമിച്ചാണ്, സെപ്പറേറ്റ് ടൈമിംഗ് അല്ല. ഓക്കെ, നമ്മൾ IBPS PO ക്ലർക്ക് അതുപോലെ SBI PO ക്ലർക്ക് ഇതിനൊക്കെ പോകുമ്പോൾ സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. മാത്സിന് ഒരു 20 മിനിറ്റ്, റീസണിങ് 20 മിനിറ്റ്, ഇംഗ്ലീഷ് 20 മിനിറ്റ് അങ്ങനെ. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല, കമ്പോസിറ്റ് ടൈമാണ്. അതായത് 45 മിനിറ്റിനുള്ളിൽ നമുക്ക് ഏത് സെഷൻ വേണമെങ്കിലും ഓടിയിടുന്നത് ചെയ്യാം. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി വേറെയാണ്. അവിടെ സെപ്പറേറ്റ് ടൈമിംഗ് അല്ലേ, അതായത് ഇപ്പോൾ മാത്സ് 20 മിനിറ്റ് അല്ലേ അവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ 45 മിനിറ്റിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് മാത്സ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും റീസണിങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ ഈസി ആയിട്ടുള്ള ഫസ്റ്റ് ഒറ്റയടി കിട്ടുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് താഴെ വരെ പോകും. അതായത് ആദ്യം റീസണിങ് പിന്നെ മാത്സ് അങ്ങനെയല്ല, ആദ്യം ഏതാണോ വരുന്നത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് എൻഡ് വരെ പോകും. 80 ക്വസ്റ്റ്യൻ വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ മാത്സിനകത്തും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടാവും, റീസണിങ്ങിനകത്തും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം പച്ച കളറിൽ കിടക്കും ആണല്ലോ. ഇനി നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കുറച്ച് സമയം ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? മാർക്ക് ചെയ്ത് വയ്ക്കും. ഓക്കെ, മാർക്ക് ഫോർ റിവ്യൂ മാർക്ക് ചെയ്യും. അത് എനിക്കൊന്നൊരു വയലറ്റ് കളറിൽ കിടക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ചെയ്ത് പോകുമ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്യും, അത് പച്ച കളറിൽ കിടക്കും. പിന്നെ കുറച്ചുകൂടെ ആലോചിക്കണം എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ മാർക്ക് ഫോർ റിവ്യൂ ഞെക്കും. ഓക്കെ, അത് വയലറ്റ് കളറിൽ കിടക്കും. ഇനി നമ്മൾ രണ്ടാമത്തെ റൗണ്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആ വയലറ്റ് കളറിൽ മാർക്ക് ചെയ്തെന്ന ക്വസ്റ്റ്യൻസ് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. ഇനി ഒട്ടും കിട്ടത്തില്ല എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കിപ്പ് ചെയ്യത്തില്ലേ, അതപ്പോൾ ഓട്ടോമാറ്റിക്കലി റെഡ് കളറിൽ വന്ന് കിടക്കും. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ ആ റെഡ് കളറിൽ വന്ന ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം റീസണിങ്ങിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നൊരു 2-3 സെറ്റ് പസിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 15 ക്വസ്റ്റ്യൻ, അറൗണ്ട് ഒരു 15 ക്വസ്റ്റ്യൻ പസിലായിരിക്കും. ഓക്കെ, പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും. പിന്നെ സില്ലോജിസം ഉണ്ടാവും, ബ്ലഡ് റിലേഷൻ ഉണ്ടാവും, കോഡിംഗ് ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും, പിന്നെ എന്താണ് ആൽഫ ന്യൂമറിക് സീരീസ് ഉണ്ടാവും. ഓക്കെ, സില്ലോജിസം ഉണ്ടെങ്കിൽ ഒരു 4-5 ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവുമല്ലോ. അതുപോലെ ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒരു പസിൽ പോലെ ആയിരിക്കും. പിന്നെ കോഡിംഗ് ഉണ്ട്, ഡയറക്ഷൻ, ആൽഫ ന്യൂമറിക് സീരീസ്. ഓൾമോസ്റ്റ് ഇത്രയും തോന്നുന്നു നമ്മുടെ പ്രിലിംസിൻ്റെ വരുന്നത്. ഓക്കെ, പിന്നെ വേർഡ് ഫോർമേഷൻ വരാം. അതായത് ഒരു വേർഡ് വന്നിട്ട് അതിനകത്ത് ഈ ആദ്യത്തെ 3ാമത്തെ 5ാമത്തെ ലെറ്റർ എടുത്തിട്ട് വേർഡ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുക, 2 പറ്റുമെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസും വരും. അപ്പോൾ പസിൽ നമുക്ക് 15 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് 3 സെറ്റ് പസിൽ മിക്കവാറും എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ വെച്ച് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പസിൽ ഞാൻ ആദ്യം ചെയ്യത്തില്ല. ഓക്കെ, എളുപ്പമുള്ളതാണെങ്കിലും ആദ്യം ചെയ്യത്തില്ല. ഓക്കെ, ഞാൻ ആദ്യം അത് സ്കിപ്പ് ചെയ്യും, ബാക്കിയുള്ള ചെയ്തിട്ട് ഞാൻ പസിനകത്തോട്ട് പോകത്തുള്ളൂ. അത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുക, എങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. ഓക്കെ, സോ പസിൽ അത്ര കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം പസിൽ ചെയ്യാൻ പോകണ്ട, ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ വരുന്ന മാത്സിനകത്താണെങ്കിൽ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ ഉണ്ടാവും.
എനിക്കൊന്നൊരു 10 ക്വസ്റ്റിനോളം ഡാറ്റ ഇൻപുട്ടേഷൻ ക്വസ്റ്റൻ എന്തായാലും ഉണ്ടാവും. 2 സെറ്റ് DA എന്തായാലും ഉണ്ടാവുമല്ലോ. DA ഉണ്ടാവും, ജസ്റ്റ് നോട്ട് ചെയ്യാം. DA ഉണ്ടാവും, ഓൾമോസ്റ്റ് 10 ക്വസ്റ്റൻ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമ്പർ സീരീസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മിനിമം ഒരു 5 നമ്പർ ഉണ്ടാവും. അതിൽ ക്വാഡ്രാറ്റിക് വരുവാണെങ്കിൽ ഒരു 5 ക്വസ്റ്റൻ ഉണ്ടാവും. പിന്നെ ഉള്ളത് DA നമ്പർ സീരീസ് ക്വാഡ്രാറ്റിക്. പിന്നെ അരിത്തമെറ്റിക്കും സിംപ്ലിഫിക്കേഷൻ അല്ലേ. സിംപ്ലിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ക്ലർക്ക് ആയതുകൊണ്ട് ഒരു എബോവ് 5 ക്വസ്റ്റ്യൻസ് സിംപ്ലിഫിക്കേഷനകത്ത് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ അതെന്തായാലും കിട്ടും. പിന്നെ നമ്പർ സീരീസ് നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് റൗണ്ട് നോക്കുക, കിട്ടുന്നത് ചെയ്യുക, അല്ലാതെ വിട്ടേക്കുക. ഓക്കെ, അത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയം പോകും. അതിൽ ക്വാഡ്രാറ്റിക് ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും വന്നു കഴിഞ്ഞാൽ. പിന്നെ ഉള്ളത് അരിത്തമെറ്റിക് അല്ലേ. അരിത്തമെറ്റിക് നിങ്ങൾ നോക്കുക, എളുപ്പമുള്ള കാര്യം ചെയ്യുക, ബാക്കിയുള്ളത് വിട്ടേക്കുക. ഓക്കെ, ഒരിക്കലും നമ്മളൊരു ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ, 45 മിനിറ്റേ ഉള്ളൂ. 2 സെക്ഷനുണ്ട്, റീസണിങ്ങും ന്യൂമറിക്കബിലിറ്റിയും. നമ്മൾ സെക്ഷൻ ബൈ സെക്ഷൻ അല്ല ചെയ്യുന്നത്, മൊത്തം ഓടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമിൽ നിങ്ങളൊരു കണ്ടുണ്ടായിരിക്കണം. പിന്നെ നിങ്ങളുണ്ടല്ലോ ഇനിയുള്ള എല്ലാ ദിവസങ്ങളും ഒരു മോക്ക് ടെസ്റ്റ് വെച്ച് ചെയ്യണം കേട്ടോ. അതുപോലെ ഒരു ക്ലർക്കിൻ്റെ മോക്ക് ടെസ്റ്റ്, ഒരു POയുടെ മോക്ക് ടെസ്റ്റും എല്ലാ ദിവസവും ചെയ്യണം. അപ്പോൾ ഒരു ദിവസം 2 മോക്ക് ടെസ്റ്റ് നിങ്ങൾ എന്തായാലും ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ അധികം ദിവസമില്ല. ഇതിപ്പോൾ ജൂൺ തീരാറായില്ലേ, ജൂലൈ ഫുള്ളുണ്ടാവും. ഓഗസ്റ്റിനകത്ത് 2-3 ദിവസം കിട്ടത്തുള്ളൂ. അപ്പോൾ ജൂലൈ 31 ഉണ്ട്. 31ഉം 2 33, 33ഉം 10 ഒരു 45 ദിവസം എങ്ങാണ്ട് ഉള്ളൂ ഇനി. ഓക്കെ, ഏകദേശം 1.5 മാസം കൂടെ ഉള്ളൂ. 1.5 മാസം, ഓൾമോസ്റ്റ് 1.5 മാസം എന്ന് പറയാം. ഓക്കെ, സോ നിങ്ങൾ ഇനിയുള്ള എല്ലാ ദിവസവും ഒരു മോക്ക് ടെസ്റ്റ്, ക്ലർക്കിൻ്റെ അതുപോലെ POയുടെ, അങ്ങനെ 2 മോക്ക് ടെസ്റ്റ് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക. രാവിലെ ഒരു ക്ലർക്ക് ചെയ്യുക, വൈകിട്ടൊരു PO ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്തു പോകണം. അപ്പോഴേ എക്സാം ആകുമ്പോഴത്തേനും നിങ്ങളുടെ സ്ട്രാറ്റജി ഒക്കെ ബിൽഡ് ആവത്തുള്ളൂ. പിന്നെ നമ്മുടെ ഈ വർഷം നടക്കുന്ന ഫസ്റ്റ് എക്സാം അല്ലേ. സോ അങ്ങനെയല്ല, എല്ലാ വർഷം നടക്കുന്ന എക്സാംസിനകത്ത് ഫസ്റ്റ് എക്സാമാണത്. സോ നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഇപ്പോൾ കുറച്ച് നാൾ നിങ്ങൾ ചിലപ്പോൾ ടച്ചൊക്കെ വിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക, നിർബന്ധമായിട്ടും മോക്ക് ടെസ്റ്റ് ചെയ്യുക. എന്നാൽ എക്സാം ആകുമ്പോഴത്തേനും നമുക്ക് പറ്റുന്ന മണ്ടത്തരങ്ങളൊക്കെ കവർ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് പറയാനുള്ളത്. പിന്നെ വേക്കൻസി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേരളത്തിൽ അത്യാവശ്യം വേക്കൻസി ഉണ്ട്. നിങ്ങളെല്ലാവരും തന്നെ കേരളം തന്നെയായിരിക്കും എഴുതാൻ പോകുന്നത്. ബട്ട് നിങ്ങൾക്ക് അതർ സ്റ്റേറ്റ് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അതർ സ്റ്റേറ്റ് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിൽ നിങ്ങൾ അതിൻ്റെ ക്രൈറ്റീരിയ നോക്കുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, പിന്നെ എക്സാമിൻ്റെ കട്ട് ഓഫ് നമുക്ക് ലാസ്റ്റ് നോക്കാവേ. കട്ട് ഓഫ് കഴിഞ്ഞ 2 വർഷത്തെ കട്ട് ഓഫുകൾ നമുക്ക് നോക്കാം. RRB എന്തായാലും അത്യാവശ്യം നല്ല കട്ട് ഓഫ് ആയിരുന്നു കേരളത്തിൽ കഴിഞ്ഞ വർഷം. ഓക്കെ, സോ അത് കുഴപ്പമില്ല, കട്ട് ഓഫ് നിങ്ങൾ നോക്കണ്ട. എക്സാം എളുപ്പമാണെങ്കിൽ നല്ലപോലെ അറ്റംപ്റ്റ് ചെയ്യുക, ടഫാന്ന് പോവുകയാണെങ്കിൽ ആക്യുറസിയിൽ ഫോക്കസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. സെയിം സംഭവമാണ് POയ്ക്കും സെയിം സംഭവമാണ്. പക്ഷേ POയിൽ ചെല്ലുമ്പോൾ മാത്സിനകത്ത് DA കൂടുതലായിരിക്കും. ഓക്കെ, ക്ലർക്കിനേക്കാളും DAയുടെ കൗണ്ട് കൂടുതലായിരിക്കും. അതുപോലെ റീസണിനകത്ത് പസിൽസ് ആൻഡ് സിറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ കൗണ്ട് കൂടുതലായിരിക്കും. ഓക്കെ, അത് നമുക്ക് അവിടെ അറിയാം. സെയിം സ്ട്രാറ്റജി നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യം റീസണിങ് എല്ലാം ചെയ്ത് തീർക്കുക, പിന്നെ ക്വാണ്ടിറ്റി എല്ലാം ചെയ്ത് തീർക്കുക, അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. 45 മിനിറ്റ് നമുക്ക് ഏത് വേളം ചെയ്യാൻ പാടില്ലേ. അപ്പോൾ നമ്മൾ ആദ്യം കിട്ടുന്ന റീസണിങ് ആണെങ്കിൽ റീസണിങ്, അതിനകത്ത് എളുപ്പമുള്ള ക്വസ്റ്റൻസ് എല്ലാം ചെയ്ത് വരിക. പിന്നെ മാത്സ് തുടങ്ങും, അതിനകത്ത് എളുപ്പമുള്ള ക്വസ്റ്റൻസ് എല്ലാം ചെയ്ത് വരിക. അതിനുശേഷം ഡിഫിക്കൽറ്റി ഉള്ള ക്വസ്റ്റൻസ് നെക്സ്റ്റ് റൗണ്ടിൽ ചെയ്യുക, ഏറ്റവും ഡിഫിക്കൽട്ടുള്ള 3rd റൗണ്ട് ചെയ്യുക. അങ്ങനെ 3 റൗണ്ടായിട്ടാണ് നമ്മൾ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഉണ്ടല്ലോ നമ്മൾ പസിൽസൊക്കെ സ്കിപ്പ് ചെയ്യത്തില്ലേ. ഇപ്പോൾ 2 പസിൽ അടുത്ത് വന്നെന്ന് വിചാരിക്കുക. അതായത് ഒരു 1 2 3 4 5 ക്വസ്റ്റ്യൻ പസിൽ, 1 2 3 4 5 ക്വസ്റ്റ്യൻ പസിൽ. നിങ്ങൾ ഈ 5 നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ അത് റെഡ് കളറിൽ കിടക്കും. ഓക്കെ, അടുത്ത 5 ക്വസ്റ്റ്യൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ സ്കിപ്പ് ചെയ്യരുത്. ബിക്കോസ് ഇതെല്ലാം റെഡ് കളറിൽ വന്ന് കിടക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, അതായത് മാർക്ക് ഫോർ റിവ്യൂ വെക്കുക. അപ്പോൾ നിങ്ങൾ ആ സ്കിപ്പ് ചെയ്ത 5 ക്വസ്റ്റ്യനും വയലറ്റ് കളർ കിടക്കും. അങ്ങനെയൊക്കെ കളർ വെച്ച് നമുക്ക് പിന്നെ സെക്കൻഡ് റൗണ്ട് ചാടി പോകുമ്പോൾ നമുക്കത് സെലക്ട് ചെയ്യാനായിട്ട് ഇച്ചിരി എളുപ്പമുണ്ടാവും. ഓക്കെ, മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് പിടിക്കുക. അല്ലെങ്കിൽ കുറേ കളർ റൈറ്റ് സൈഡിലെ കളത്തിൽ വന്ന് കിടക്കും, ഏതാണെന്ന് അങ്ങനെ തിരിച്ചറിയും. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് പേപ്പറിൽ ഒരു അനാലിസിസ് എഴുതി പോവാം. പക്ഷേ പ്രിലിംസിന് അങ്ങനെ എഴുതുന്ന സമയം ഉണ്ടാകത്തില്ല. അത് നമ്മൾ മെയിൻസിനാണ് ചെയ്യുക. നമ്മുടെ റഫ് ഷീറ്റിൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് പിന്നെ അതിൽ കൂടെ കടന്നു പോകാനായിട്ട് നമുക്കൊരു എളുപ്പമുണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് മെയിൻസിൻ്റെ ജസ്റ്റ് നോക്കാം. മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരികയെന്ന്. ഓക്കെ, ഇപ്പോൾ ക്ലർക്കാണെങ്കിൽ റീസണിങ് ഉണ്ട് 40 ക്വസ്റ്റ്യൻ 50 മാർക്ക്, അതായത് 2 മാർക്കുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ 40 ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷേ 20 മാർക്കുള്ളൂ, അതായത് ഹാഫ് മാർക്ക് വെച്ചിട്ടാണ്. ഈ 40 ക്വസ്റ്റ്യൻസ് എളുപ്പമായിരിക്കും. നിങ്ങളൊരു കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് PDFs നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ എടുത്ത് പഠിക്കുക.
ഓൾമോസ്റ്റ് അതെല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓൾമോസ്റ്റ് 40 ക്വസ്റ്റിനകത്ത് 40 നിങ്ങൾക്ക് കിട്ടും, 20 മാർക്ക് കിട്ടും. മിനിമം ഒരു 15 മാർക്കെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടണം. പിന്നെ ജനറൽ അവയർനെസ് ഉണ്ട്, 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്, അതായത് 1 മാർക്ക് വീതമാണ്. RRB ക്ലർക്കിൻ്റെ ഇതിനകത്ത് കുറച്ചുകൂടെ വൈഡായിട്ടാണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഓൾമോസ്റ്റ് ഒരു മാർച്ച് കുറച്ചുകൂടെ വൈഡായിട്ടായിരുന്നു. നിങ്ങൾ ലാസ്റ്റ് 6 മന്ത് തന്നെ നിങ്ങൾ നോക്കിയിട്ട് പോവുക. ലാസ്റ്റ് 4 മന്ത് കട്ടയ്ക്ക് പഠിക്കണം. പിന്നെ തൊട്ട് മുമ്പത്തെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു മാർച്ച് തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചു പോകുമോ. ഓക്കെ, മെയിൻസിൻ്റെ എക്സാമില്ലേ, എക്സാമിനൊരു ആ മന്തും ഒരു 4 മന്ത് ബിഫോർ ഉള്ളത് നിങ്ങൾക്ക് കട്ടയ്ക്ക് അറിയാതിരിക്കണം. പിന്നെ ഒരു മാർച്ച് തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾ വായിച്ചിരിക്കണം. ഓക്കെ, കറണ്ട് അഫയേഴ്സ് എന്തായാലും പഠിക്കണം. ഇത് ഭയങ്കര ഡിസൈഡിങ് ഫാക്ടറാണ്. ബിക്കോസ് റീസണിങ്, QA അത് ഒരു ലിമിറ്റ് വിട്ട് നമുക്ക് എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ സ്ട്രോങ് ഏരിയ ഏതാണോ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യണം. അത് ഒബ്വിയസ്ലി നിങ്ങൾ അങ്ങനെ ചെയ്യും. ബട്ട് ജനറൽ അവയർനെസ് വേണം നിങ്ങൾ പഠിക്കണം. ബിക്കോസ് ലൈക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് മുമ്പ് കറക്കി കുത്താനെങ്കിലും പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ കറക്കി കുത്തരുത് കേട്ടോ, വെറുതെ പറഞ്ഞതേ ഉള്ളൂ. കറക്കി കുത്താൻ പോകരുത്, ഉറപ്പില്ലെങ്കിൽ ഒരിക്കലും കറക്കി കുത്താൻ പോകരുത് മെയിൻസിന് പോകുമ്പോൾ. ഓക്കെ, ഇനി അടുത്തത് ഇംഗ്ലീഷ്. കമ്പാരറ്റീവ്ലി മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, GK അതിനകത്ത് ഇംഗ്ലീഷ് ആയിരിക്കും കമ്പാരറ്റീവ്ലി ഈസി. ക്ലിയർ ആയോ? അപ്പോൾ ഇംഗ്ലീഷിൻ്റെ മാർക്ക് ഒരിക്കലും കളയരുത്. 40 ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇംഗ്ലീഷ് നമുക്കറിയാം, ഈ കോംപ്രിഹെൻഷൻ, റീഡിങ് കോംപ്രിഹെൻഷൻ ആയിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ്, ശ്രദ്ധിച്ച് ചെയ്തോളൂ. ഓക്കെ, അതുപോലെ മാത്സിനകത്ത് DA ആയിരിക്കും കൂടുതൽ, POയ്ക്ക് അതുപോലെ തന്നെ കേട്ടോ. PO അതുപോലെ തന്നെ DA കൂടുതലുണ്ടാവും. ഓക്കെ, റീസണിനകത്ത് പസിൽസ് ആൻഡ് സീറ്റിംഗ് ഓറിയൻറ്റഡ് ആയിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസും. ഓക്കെ, പിന്നെ ഈ മെഷീൻ ഇൻപുട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം. അത് നിങ്ങൾ അത്യാവശ്യം ഡൂവബിൾ ആയിരിക്കും മെഷീൻ ഇൻപുട്ട് ഔട്ട്പുട്ട്. ഓക്കെ, ഇനി POയിലോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കി, റീസണിങ് 40 ക്വസ്റ്റ്യൻ ഉണ്ട്, 50 മാർക്ക്, അതായത് കൂടുതൽ, അതായത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവും. ഇനി കമ്പ്യൂട്ടർ 40 ക്വസ്റ്റ്യൻ 20 മാർക്ക്, ഹാഫ് മാർക്ക് വീതം. അതുപോലെ ജനറൽ അവയർനെസ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്, മറ്റേതുപോലെ തന്നെ. ഇനി QA ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, അത് ഞാൻ ക്രോപ്പ് ചെയ്തപ്പോൾ അതങ്ങ് മാർക്ക് ചെയ്തത്. QA ഇതുപോലെ തന്നെ 40 ക്വസ്റ്റ്യൻ 50 മാർക്ക്, അങ്ങനെ മൊത്തം 200 ക്വസ്റ്റ്യൻ 200 മാർക്കാണ് ഏതിന്, POയ്ക്കും. ക്ലിയർ ആയോ? ടൈമിങ് കമ്പോസിറ്റ് ടൈമാണ്, സെപ്പറേറ്റ് ടൈമിംഗ് അല്ല, കമ്പോസിറ്റ് ടൈമാണ്, 2 മണിക്കൂർ. അപ്പോൾ ഈ 2 മണിക്കൂറിൽ നമുക്ക് ഇതൊക്കെ ഏത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഏത് സെഷൻ ബൈ സെക്ഷൻ അതിനകത്ത് കോളം തിരിച്ച് കിടപ്പുണ്ടാവും, നമുക്ക് ഏത് സെഷൻ വേണം അങ്ങോട്ടും ഇങ്ങോട്ട് ചാടി പോകാം, ഒരു കുഴപ്പമില്ല. 2 അവർ. അപ്പോൾ മെയിൻസ് എഴുതുമ്പോൾ നിങ്ങൾ എക്സാം ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നിങ്ങളുടെ പേപ്പറിനകത്തും ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ബിക്കോസ് ഇത്രയും ക്വസ്റ്റ്യൻ 200 ക്വസ്റ്റ്യൻ ഇല്ലേ, അത് മറ്റേ കളത്തിൽ നിന്ന് പെറുക്കിയെടുക്കൽ ഇച്ചിരി ചടങ്ങാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാംസ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ആദ്യത്തെ ഒരു 1 തൊട്ട് 5 വരെയുള്ള ക്വസ്റ്റ്യൻ പസിൽ ഡിഫിക്കൽട്ടി ലെവലാണോ അത് എഴുതി വയ്ക്കുക. അടുത്തത് ഇപ്പോൾ സില്ലബസ് ആണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ അത് ചെയ്തു എന്നുള്ളത് പേപ്പറിനകത്ത് നിങ്ങൾ ടിക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ പേപ്പറിനകത്ത് എക്സാമിൻ്റെ ഫുൾ അനാലിസിസ് നമുക്ക് ഉണ്ടായിരിക്കണം. 2 മണിക്കൂറല്ലേ, 2 മണിക്കൂറുണ്ട്, നമുക്ക് എന്ത് വേണേൽ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി. ഓക്കെ, ഇതിൻ്റെ പ്രിലിംസും കമ്പോസിറ്റ് ടൈമാണ്, മെയിൻസും കമ്പോസിറ്റ് ടൈമാണ്. ഓക്കെ, സോ സെപ്പറേറ്റ് ടൈമിംഗ് വരുമ്പോൾ സ്ട്രാറ്റജി വേറെയാണ്. ഓക്കെ, അത് നിങ്ങൾക്കറിയാം. കമ്പോസിറ്റ് ടൈം വരുമ്പോൾ ഇതാണ് സ്ട്രാറ്റജി, നിങ്ങൾ ഫോളോ ചെയ്യുക. മോക്ക് ടെസ്റ്റ് ചെയ്യണേ, മോക്ക് ടെസ്റ്റ് ചെയ്യാതെ ഒരു പരിപാടി നടക്കത്തില്ല. ഇനിയിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ പ്രാക്ടീസ് പസിൽ DI ഒക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക, പിന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കട്ട് ഓഫ് ജസ്റ്റ് നോക്കാം. കഴിഞ്ഞ വർഷം RRB ക്ലർക്ക് പ്രിലിംസിന് അത്യാവശ്യം നല്ല കട്ട് ഓഫ് ആയിരുന്നു കേരളത്തിൽ. എനിക്കൊന്നൊരു 76 സംതിങ് എന്തായിരുന്നു കട്ട് ഓഫ്. 80 മാർക്ക്, ടോട്ടൽ 80 76 എന്ന് പറയുന്നത് കട്ട് ഓഫ്. ലൈക്ക് എക്സാംസ് നല്ല എളുപ്പമായിരുന്നു. അപ്പോൾ ലൈക്ക് നിങ്ങൾ നല്ലപോലെ അറ്റംപ്റ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, പിന്നെ ആക്യുറസി ശ്രദ്ധിക്കണേ. വേറെ സംഭവമുണ്ട്, RRBയിലൊരു സംഭവം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലൈസേഷൻ വരുമ്പോൾ പല ഷിഫ്റ്റിൽ എക്സാം നടത്തുന്നത്, നോർമലൈസേഷൻ വരുമ്പോൾ നമുക്ക് ആക്യുറസി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാർക്ക് കൂടുതൽ കിട്ടും. ക്ലിയർ ആയോ? ഓൾമോസ്റ്റ് 9 മാർക്ക് വരെ കൂടുതൽ കിട്ടിയ കേസസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ നോർമലൈസേഷൻ നടത്തുമ്പോൾ, അതായത് എക്സാം ഓരോ ഷിഫ്റ്റിന് ചിലപ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഡിഫിക്കൽട്ട് ഷിഫ്റ്റ് ആണെങ്കിൽ നോർമലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആക്യുറസി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ആക്യുറസി ഉണ്ടെങ്കിൽ നമുക്ക് 1% മാർക്ക് നമുക്ക് എക്സ്ട്രാ കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം, നമ്മൾ വെറുതെ കറക്കി കുത്തിയിട്ട് വരരുത്. ഓക്കെ, 100% ഷുവർ ആണെങ്കിൽ മാത്രം നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു സംഭവം RRBക്കുണ്ടേ, നിങ്ങളത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ
പിയുടെ കട്ട് ഓഫ് ഒരു ഓൾമോസ്റ്റ് ഒരു 60 അറൗണ്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഒരു 60ക്ക് താഴെ 60, 68, 58, 59, 60, 61 ഈ ഒരു റേഞ്ചിലാണ് കട്ട് ഓഫുകൾ വന്നത്. ഓക്കെ, 60 അറൗണ്ട്, അതിന് മേളിൽ പോയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, എന്നാൽ നിങ്ങൾ ജസ്റ്റ് നെറ്റിലൊന്ന് നോക്കിയേക്കുക. ഓക്കെ, ക്ലർക്ക് എക്സാം നല്ല എളുപ്പമാണ്. അതായത് ഈസി ടു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ PO പക്ഷേ അത്ര ആയിരിക്കത്തില്ല, അത്യാവശ്യം ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ക്ലർക്കിന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ചെയ്യുന്നത് തെറ്റായിരുന്നാൽ മതി. ഓക്കെ, ചെയ്യുന്നത് തെറ്റായിരുന്നാൽ മതി. ഓക്കെ, സോ 60 കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ 60 അറ്റംപ്റ്റ് ചെയ്യാൻ പോകരുത്. നിങ്ങൾ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി എങ്ങനെയാണെന്ന് നോക്കുക. ഒരു മോഡറേറ്റ് ലെവലൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു 70+ ഒക്കെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നാലേ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ തെറ്റി ഒരു 60 അറൗണ്ടൊക്കെ വന്ന് നിൽക്കത്തുള്ളൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ കട്ട് ഓഫിനെ പറ്റി ബോധർ ചെയ്യേണ്ടെന്നല്ല, ഇത്രയാണ് കട്ട് ഓഫ് കഴിഞ്ഞ 1-2 വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സ്കോറിലോട്ട് എത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, പിന്നെ മോക്ക് ടെസ്റ്റിൽ മാർക്ക് ഇച്ചിരി കുറഞ്ഞാലും നിങ്ങൾ പേടിക്കുന്നു വേണ്ട. ഒറിജിനൽ എക്സാമിന് മുമ്പ് നമുക്ക് അതിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അനുഭവം ഉണ്ടാവും. ഓക്കെ, മോക്ക് ടെസ്റ്റൊക്കെ ഇച്ചിരി ലെവൽ കൂട്ടി ഇടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇച്ചിരി പാടായിരിക്കും. പക്ഷേ എക്സാമിന് പോകുമ്പോൾ അത്ര ഡിഫിക്കൽട്ടി ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പസിൽസ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഫോക്കസ് ചെയ്യണം. പ്രിലിംസിനും അതുപോലെ മെയിൻസിനും. പിന്നെ DA ഫോക്കസ് ചെയ്യണം. ഇംഗ്ലീഷിനാണെങ്കിൽ RC റീഡിംഗ് കോമ്പിനേഷൻ ഫോക്കസ് ചെയ്യണം. പിന്നെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യണേ. അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. നിങ്ങൾ എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഡെയിലി ഒരു ക്ലർക്ക് ഒരു PO മോക്ക് നിങ്ങൾ ചെയ്യുക. ഇനിയിപ്പോൾ ഒരു 1.5 മാസം ഓൾമോസ്റ്റ് ഉള്ളൂ. ഓക്കെ, എല്ലാ ദിവസവും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എക്സാമിന് പോകുന്ന ഡേറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ മാർച്ച് തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ച് പോയിക്കോളൂ. ഓക്കെ, നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു കറണ്ട് അഫയേഴ്സ് എന്നോട്ട് പഠിക്കണം. നിങ്ങൾ മാർച്ച് തൊട്ട് പഠിച്ച് നോക്കുമോ, വരുന്ന എക്സാംസിനൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ IBPS PO ഒക്കെ വരത്തില്ലേ, IBPS PO ഒക്കെ വരുമ്പോൾ ലാസ്റ്റ് 3 മന്ത് എന്നാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, അപ്പോൾ അത് അപ്പോഴല്ലേ വിട്ടേക്കുക. PO ഒക്കെ വരാൻ പോകുന്നില്ലല്ലോ. അതുപോലെ SBIയുടെ എക്സാംസ് വന്നിട്ടില്ല. SBIയുടെ ക്ലർക്കിനും മെയിൻസിനും അത്യാവശ്യം വൈഡായിട്ടാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്, ഫോക്കസ് ചെയ്തിട്ടുള്ള വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഓക്കെ, സോ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. സോ നോക്കട്ടെ. ഓക്കെ, നമുക്ക് ടൈം കിട്ടുവാണെങ്കിൽ നമ്മൾ RRB ക്ലർക്കിനും BIയുടെയും കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ വർക്കൗട്ടുകളും വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ കൂട്ടുകാരുടെ അടുത്തൊക്കെ പറയാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.